സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അപ്പ്. എല്ലാ മച്ചന്മാർക്കും നമ്മുടെ പുതിയൊരു കിടക്കാച്ച വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഒരു വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ സംഭവം ഗൈസ് എന്നാന്ന് വെച്ചാൽ പണിയാണ് ഗൈസ്. എപ്പോഴും പണിയോട് പണിയാണ്. ഈ കഴിഞ്ഞ മിനിങ്ങാനാണ് കപ്പയുടെ കൂടൊക്കെ വെട്ടി കപ്പ നട്ടത് ഗൈസ്. പിന്നെ ഇപ്പോൾ വെച്ചാൽ രാവിലെ ചെറിയ പണിയുണ്ടാവും. ഈ കറണ്ട് കമ്പൊക്കെ പോയി, എൻ്റെ ദൈവമേ, അതിൻ്റെ പണിയായിരുന്നു. അയ്യോ, അതിൻ്റെ എന്നാ കറണ്ടും ഇല്ലായിരുന്നു. എന്നിട്ട് മറ്റേ കമ്പമൊക്കെ തെച്ചായി കിടക്കുമായിരുന്നു, പിന്നെ മരത്തിനോട്. അപ്പോൾ അതൊക്കെ വെട്ടി ആ പണിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചുമ്മാ ഇരിക്കുകയാണ്. അപ്പോൾ ഓർത്തു വീട് വൃത്തിയാക്കുന്ന എൻ്റെ ഒരു ഹരമാണ് കേസ്, എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ കേസ് ചുമ്മാ ഇരിക്കും, നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പം വീട് വൃത്തിയാക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ വീട് വൃത്തികേടായി അലങ്കോലമായി കിടക്കുന്നത് എനിക്കൊരു വിമ്മിസ്റ്റാണ്. ഓക്കെ, അപ്പം നമുക്ക് വീട് വൃത്തിയാക്കാൻ തുടങ്ങാം. വീട് വൃത്തിയാക്കി 2 പ്രാവശ്യം വീട് വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, എല്ലാവരും ചെക്കൗട്ട് ചെയ്തേക്കാം. അപ്പം മമ്മി ആയാലും സ്കൂളിൽ പോയേക്കണം ഗൈസ്. അവർ വന്നു കഴിയുമ്പോൾ ഒരു സർപ്രൈസ് ആവട്ടെ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബുഷ്കു. അപ്പോൾ ഫസ്റ്റ് കേസ് നമുക്ക് ഹോളിൽ നിന്ന് തുടങ്ങാം. ഇതൊക്കെ ഒന്ന് അടിച്ച് വാരി ആദ്യമേ നമുക്ക് ടേബിളിൽ നിൽക്കണം. പിന്നെ ഇത് വിരിക്കണം. ഇത് ഓൾറെഡി നല്ല കുഴപ്പമില്ല, വിരിച്ചോണ്ട് അതൊക്കെ മതി. പിന്നെ അതൊക്കെ കേൾക്കണം. പിന്നെ ഇവിടെ എന്തൊക്കെയോ കിടപ്പുണ്ട്, അതൊക്കെ എടുത്ത് വെച്ച് അതൊന്ന് ഹോളിൽ ക്ലീനാക്കിയതിന് ശേഷം നമുക്ക് ഡൈനിങ് ടേബിൾ കൊണ്ട് ക്ലീൻ ആക്കാം. ഓക്കെ, പിന്നെ ഒരു കാര്യം അറിയാം, നമ്മുടെ വീടുണ്ടല്ലോ, എനിക്ക് പെട്ടെന്ന് ക്ലീൻ ആക്കാൻ പറ്റും. എനിക്ക് എന്താ അറിയത്തില്ല, ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആക്കാൻ പറ്റും. പെട്ടെന്ന് എന്നാ അറിയോ, പെട്ടെന്ന് ക്ലീൻ ആവുകയും ചെയ്യും, പെട്ടെന്ന് വൃത്തികേടാവുകയും ചെയ്യും. അതാണ് ഈ വൈറ്റ് ടൈൽസ് ഉണ്ടെങ്കിൽ അതാ നമുക്ക് ക്ലീൻ ആക്കിയിട്ട് നല്ല കാണാനും നല്ല രസമായിരിക്കും. പക്ഷെ വൃത്തികേടായി കിടന്നാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. ഇവിടെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആവുകയും ചെയ്യും, പക്ഷെ പെട്ടെന്ന് വൃത്തികേടാവുകയും ചെയ്യും. അങ്ങനെ സക്സസ്ഫുൾ ആയി നമ്മൾ ഹോൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇത് ഹോൾ നല്ല വൃത്തിയൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി തുടയ്ക്കണം. ഓക്കെ ഗൈസ്, ഇനി തുടച്ചില്ലെങ്കിൽ അതിൻ്റെ ഒരു മിനുക്കം കിട്ടത്തില്ല. അപ്പോൾ നമുക്കിനി ഈ ഡൈനിങ് ടേബിളും പിന്നെ അതുകൂടെ ആ റൂമിൻ്റെ അതും കൂടെ മടക്കിയും ക്ലീൻ ആക്കി വെക്കാം, എന്നിട്ട് അടിക്കാം. ഫസ്റ്റ് നമുക്ക് ഇത് ചെയ്തിട്ട് നമുക്ക് പിന്നെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അടിക്കാം. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ പണി, അതായത് വിരിയും ഇതൊക്കെ വിരിച്ചായി. നമുക്ക് കുറച്ച് പാത്രം കൂടെ കഴുകാനുണ്ട്. പിന്നെ ഈ പാത്രമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. ഈ അടിച്ച് തുടച്ച് ഫുള്ള് വൃത്തിയാക്കിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഞാനൊന്ന് ഫുള്ളൊന്ന് വൃത്തിയാക്കിയിട്ട് കാണാം. ഓക്കെ, ഇപ്പം നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു, വീട് പണിയെല്ലാം കഴിഞ്ഞു. എല്ലാം ഫുള്ള് വൃത്തിയാക്കി നമ്മുടെ ഹോള് ഫുള്ള് ക്ലീനാക്കി. പിന്നെ നമ്മുടെ ആ റൂമെല്ലാം ക്ലീനാക്കി. പിന്നെ യെസ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഇത് ഫുള്ള് ക്ലീനാക്കി. പിന്നെ നമ്മുടെ അടുക്കളയും ഫുള്ള് ക്ലീനാക്കി, എന്നാ തുടച്ചു, പാതകം എല്ലാം തുടച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അടിച്ച് തുടച്ചു അതിനൊക്കെ ഗൈസ്. നമ്മൾ സിറ്റ് ഔട്ട് നല്ലപോലെ എല്ലാം ഫുൾ ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പയർ. ഇത് മമ്മി നട്ടയാണ്. ഇപ്പോൾ ഏകദേശം ഇത്രയായി. പയറിൻ്റെ മറ്റേ പൂവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അവിടെ കായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇത് ചെറിയ പൂവൊക്കെ ആയി വരുന്നുണ്ട്. ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഗൈസ്. ഇതാവുന്നേ ഇല്ല. എത്ര വർഷമായിക്കൊണ്ട് നട്ടിട്ടെന്ന് അറിയാം. ഇത് ഒരു ചെടി ഉള്ളതാണെന്ന് അറിയത്തില്ല. ഇവിടെ നിന്ന് ഇത് മുറിഞ്ഞു വരുന്നത്, ഇത് പകുതി നായി വരുന്നുണ്ട് ഗൈസ്. ഇതിനി എപ്പോൾ അവരാണോ ദൈവത്തിന് മാത്രം അറിയാം. അങ്ങനെ ഇത് നമ്മുടെ തന്നെ, ഇത് അമൃതവള്ളിയാണ് ഗൈസ്. അമൃതവള്ളി ഷുഗറുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ്. ഇത് കാട് പോലെ വളരും. ഷുഗറുള്ളവർക്ക് ഇതിൻ്റെ തണ്ട് എടുത്തിട്ടുണ്ടല്ലോ, ഒരിച്ചിരി എടുത്ത് തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ ഷുഗർ ടബേന്ന് ഡൗൺ ആവും. നമ്മുടെ കപ്പ നമ്മൾ നട്ടത് സൂപ്പറായിട്ട് നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മൾ മംഗലാപുരത്ത് കപ്പ കൂടം വെട്ടലായിരുന്നു പണി. നല്ല അടിപൊളിയായിട്ടാക്കുന്നുണ്ട്. ഇതിനെ വളർന്നാൽ മാത്രം മതി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ചെറിയ എൻ്റർടൈൻമെൻറ്റ് വേണ്ടി ചെയ്തതാണ്. പുറത്ത് നല്ല വെയിലാണ്. ഓക്കെ, നല്ല കട്ട വെയിലാണ്.
അപ്പോൾ ഇനി ഇതുപോലത്തെ വെറൈറ്റി കിടക്കാച്ച് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. പിന്നെ അടുത്തൊരു കിടക്കാച്ച് വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ബൈ.